അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മൾ നിരവധി പ്രാർത്ഥനകൾ നടത്തുമ്പോൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. അതേപോലെ തന്നെ ചില ദിക്റുകളും അതുപോലെ തന്നെ നാം ചെയ്യേണ്ടതാണ്. എല്ലാ ദിക്റുകളും എല്ലാ പ്രാർത്ഥനകളും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് പറയുമ്പോൾ അതിൻ്റെ അനുഭൂതി നമുക്ക് അനുഭവപ്പെടും. നമ്മുടെ ജീവിതത്തിൽ പല എതിർപ്പുകളും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്നവരാണ് നമ്മളൊക്കെ. അപ്പോഴൊക്കെ നമുക്കൊരു താങ്ങായി കിട്ടുവാൻ, എല്ലാത്തിനെയും തൃണവൽഗണിക്കാൻ, എല്ലാത്തിനെയും നമുക്ക് കൂടുതൽ നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ഒരു മര്യാദയാണ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത എന്ന് തുടങ്ങുന്ന ദിക്ർ. നമ്മുടെ ജീവിതത്തിൽ കെടാവിളക്കായി ഉണ്ടായിരിക്കേണ്ട ഒരു മന്ത്രധ്വനിയാണിത്. ആര് തടഞ്ഞാലും അള്ളാഹു തടഞ്ഞിട്ടുണ്ടോ എനിക്ക് ലഭിക്കുകയില്ല, ആര് തടഞ്ഞാലും അള്ളാഹു തടഞ്ഞിട്ടില്ലേ എനിക്കത് ലഭിക്കും, ആര് നൽകിയാലും അള്ളാഹു തടഞ്ഞിട്ടുണ്ടോ എനിക്ക് ലഭിക്കൂല, ആര് നൽകിയാലും അള്ളാഹു നൽകാൻ തീരുമാനിച്ചിനോ എനിക്ക് ലഭിക്കും. ഈ ഒരു തീരുമാനം, ഈ ഒരു അചഞ്ചലമായ ഈമാൻ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ മാനിഅ, തടയാൻ കഴിയില്ല, ലിമാ അഅ്തൈത, നീ നൽകിയത് തടയാൻ ഈ ഭൂമി ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല, വലാ മുഅ്തിയ, അതുപോലെ തന്നെ നൽകുവാനും സാധ്യമല്ല, ലിമാ മനഅത, നീ തടഞ്ഞതിനെ. അപ്പോൾ അള്ളാഹു തടഞ്ഞത് നൽകുവാനോ അള്ളാഹു നൽകിയത് തടയുവാനോ ഭൂമിയിൽ ആർക്കും കഴിയില്ല. നമുക്ക് ആവശ്യമായത് എവിടെയൊക്കെയോ അള്ളാഹു ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടേണ്ടത് എവിടെയൊക്കെയോ അള്ളാഹു ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കുക, കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അപ്പം നമ്മുടെ ദൗത്യമായി നാം മാറ്റേണ്ടതാണ് ഈ ഒരു വിഷയം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിക്ർ നമ്മുടെ സംരക്ഷണ കവചമായി മാറേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.